ഹലോ. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കറണ്ട് അഫയേഴ്സിൽ മെയ് മാസത്തിലെ പാർട്ട് 1 ആണ് നമ്മൾ കേട്ടത്. ഇനി സെക്കൻഡ് പാർട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ കേൾക്കാം. അപ്പോൾ ഉഷ്ണതരംഗമായിരുന്നു അല്ലേ, ഭയങ്കര ചൂടായിരുന്നു മെയ് മാസത്തൊക്കെ. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ആരും മറന്നു കാണില്ല. ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ലയാണ് തൃശ്ശൂർ. ആദ്യത്തെ ജില്ല പാലക്കാടാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സംസ്ഥാനത്തെ ആദ്യ ISO സർട്ടിഫൈഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനാവാൻ ഒരുങ്ങുന്നത് തൃശ്ശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് സ്റ്റേഷനാണ്. ഓക്കെ, തൃശ്ശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് സ്റ്റേഷനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ ISO സർട്ടിഫൈഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷനാവാനായിട്ട് ഒരുങ്ങുന്നത്. ജനുവരി 2025 മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറുന്നത് കേരളമാണ് കേട്ടോ. അപ്പോൾ കേരളത്തിലാണ് മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭ്യമാക്കുന്നത്. പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക അച്ചടക്കവും പ്രവർത്തനവും വിലയിരുത്തി റേറ്റിംഗ് നിശ്ചയിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ബാങ്കാണ് കേരള ബാങ്ക്. സഹകരണ ബാങ്കുകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് റേറ്റിംഗ് നിശ്ചയിക്കാൻ ഒരുങ്ങുന്ന ബാങ്കാണേത്? കേരള ബാങ്ക്. ചട്ടമ്പിസ്വാമിയുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത് ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരത്താണ്. ഓക്കെ, ശ്രീകണ്ഠേശ്വരം തിരുവനന്തപുരത്താണ് നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ പ്രതിമ സ്ഥാപിച്ചത്. ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്കിലാണ് പ്രതിമയുള്ളത് കേട്ടോ. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്ന ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ആദ്യ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്ന ജില്ല ഏതാണ്? കൊല്ലമാണ്. ഇടമലയാർ വനമേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ നെല്ലി വർഗത്തിൽപ്പെട്ട ഏറ്റവും പുതിയ സസ്യത്തിന് നൽകിയ പേരാണ് എംപ്ലിക്ക ചക്രബർത്തിയ. ഓക്കെ, ഇടമലയാർ വനമേഖലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ നെല്ലി ഇനത്തിൽപ്പെട്ട പുതിയ ഇന സസ്യത്തിന് നൽകിയ പേരെന്താണ്? എംപ്ലിക്ക ചക്രബർത്തിയ. നെല്ലി വർഗത്തിൽപ്പെട്ട ചെടികളിൽ ഗവേഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ തപസ് ചക്രവർത്തി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ നെല്ലി മരത്തിന് എംപ്ലിക്ക ചക്രബർത്തിയ എന്ന് പേര് നൽകിയത്. അപ്പം നമ്മളോട് ചോദിക്കാൻ പോകുന്നത് ചിലപ്പോൾ എംപ്ലിക്ക ചക്രബർത്തിയ എന്ന് പറഞ്ഞ നെല്ലി മരം കണ്ടെത്തിയത് എവിടെ നിന്ന് എന്നായിരിക്കും. അപ്പോൾ ഇടമലയാറാണ് അതിൻ്റെ ഉത്തരം. ജൂൺ 2ാം വാരം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനം കേരളമാണ്. 1,00,000 രൂപയ്ക്ക് മുകളിലുള്ള രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് നേരത്തെ ഈ സ്റ്റാമ്പ് ഏർപ്പെടുത്തിയിരുന്നു. 1,00,000 താഴെയുള്ള ഇടപാടുകളിലേക്കും ജൂൺ 2ാം വാരത്തോടെ ഈ സ്റ്റാമ്പിലേക്ക് മാറും. അപ്പോൾ 1,00,000 മാത്രമല്ല, അതിന് താഴെയുള്ളതിലേക്കും ഈ സ്റ്റാമ്പുകളിലേക്ക് മാറണം കേരളത്തിൽ. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏതാണെന്നാണ് അടുത്ത ചോദ്യം. അത് മലപ്പുറമാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേർത്ത തൊലിയുമായി ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നതാണ് മസ്തിഷ്ക ജ്വരം. അപ്പോൾ ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിലൊന്നും ഇറങ്ങി കുളിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഏറ്റവും കൂടുതൽ വനിതകൾ 10 മണിക്കൂറിലധികം പാട്ടുകൾ പാടിയതിന് ടാലൻ്റ് റെക്കോർഡ് ബുക്കിൻ്റെ ലാർജസ്റ്റ് വിമൻ മാരത്തോൺ സിംഗിങ് റെക്കോർഡ് കരസ്ഥമാക്കിയത് കുടുംബശ്രീയാണ് കേട്ടോ. കുടുംബശ്രീയുടെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ച തിരികെ സ്കൂളിൽ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്വരം 2K24 പാട്ടുത്സവത്തിലാണ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. ഈ ഒരു പരിപാടിയിൽ 1433 വനിതകൾ 11 മണിക്കൂർ 25 മിനിറ്റാണ് നിർത്താതെ പാടിയത് കേട്ടോ. 11 മണിക്കൂർ 25 മിനിറ്റ്. ഏറ്റവും കൂടുതൽ വനിതകൾ തുടർച്ചയായി പരമ്പരാഗത പാട്ടുകൾ പാടിയതിന് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിൻ്റെ മോസ്റ്റ് വിമൻ കണ്ടിന്യൂസ്ലി സിംഗിങ് ട്രഡീഷണൽ സോങ്സ് റെക്കോർഡും കുടുംബശ്രീ കരസ്ഥമാക്കി. സമ്പൂർണ്ണ ഹരിത വരുമാന പദ്ധതിയുടെ ഭാഗമായി ഹരിത ഊർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ ആദിവാസ കോളനി എന്ന
നേട്ടം സ്വന്തമാക്കിയത് നടുപ്പതി പാലക്കാടാണ്. ഹരിത ഊർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവത്കൃത ആദിവാസി കോളനി എന്ന നേട്ടം സ്വന്തമാക്കിയത് നടുപ്പതി പാലക്കാടാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ വീടുകളിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച് സൗജന്യ വൈദ്യുതിയും അധിക വരുമാനവും ലഭ്യമാക്കുന്നതിന് വേണ്ടി അനർട്ട് മുഖേന ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത ഊർജ വരുമാന പദ്ധതി. സംസ്ഥാനത്തെ ആക്രിക്കടകളിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ GST വകുപ്പ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാംട്രി. ഓപ്പറേഷൻ ആക്രി എന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കാണും, അതിൻ്റെ ഇത് ഓപ്പറേഷൻ പാംട്രിയാണ് ശരിയായ ഉത്തരം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CIIITC ഡെവലപ്മെൻറ്റ് ഓഫ് എക്സലൻറ്റ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ സീറോ വേസ്റ്റ് ടു ലാൻഡ്ഫിൽ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. എന്തായാലും ആ ഒരു അംഗീകാരം ലഭിച്ചത് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളമാണ്. ഒരു തവണ കൂടി പറയാനെ കൊണ്ട് വയ്യ. ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനോടൊപ്പം കുറഞ്ഞത് 99% മാലിന്യ രൂപത്തിൽ നിന്ന് മാറ്റുക എന്നതാണ് സീറോ വേസ്റ്റ് ടു ലാൻഡ് ഫില്ലിൻ്റെ ലക്ഷ്യം. എന്തായാലും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഒരു അംഗീകാരം ലഭിച്ചതാണ് നമ്മുടെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ആഗ്. കേട്ടോ, ഓപ്പറേഷൻ ആഗാണ് സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോലീസ് നടത്തിയ ഓപ്പറേഷൻ. 2024 മെയ്യിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയത്തിൻ്റെ 2024 ജനുവരി മാർച്ച് ക്വാർട്ടറിലെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS റിപ്പോർട്ട് പ്രകാരം നഗരപ്രദേശങ്ങളിലെ 15 മുതൽ 29 വയസ്സ് വരെയുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ 15 to 29 പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് 31.8%. നഗരപ്രദേശങ്ങളിലെ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവരിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറവ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ 3.1% ഉള്ളൂ. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 17%. ഓക്കെ, ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക റീജിയണൽ റൂറൽ ബാങ്കാണ് കേരള ഗ്രാമീൺ ബാങ്ക്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേള ഏതാണ്? അരങ്ങ് 2024 ആണ് കേട്ടോ. അരങ്ങ് 2024 ആണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയൽക്കൂട്ട ഓക്സിലറി അംഗങ്ങളുടെ കലാമേളയാണ് അരങ്ങ് 2024. 2024 T20 പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച മലയാളി താരാരാണ്? എല്ലാവർക്കും അറിയാം, സഞ്ജു സാംസൺ ആണ്. 2024 മെയ്യിൽ ഗൂഗിൾ ഡൂഡിലൂടെ ആദരിച്ച ഇന്ത്യയുടെ ആദ്യകാല വനിതാ ഗുസ്തി താരമാണ് ഹമീദ ബാനു. സോനിപ്പത്തിൽ നടന്ന ട്രയൽസിനിടെ ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് തയ്യാറാകാതിരുന്നതിനാൽ തുടർന്ന് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി വിലക്കേർപ്പെടുത്തിയ ഗുസ്തി താരമാണ് ബജ്രംഗ് പൂനിയ. വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്ററാണ് ആശാ ശോഭന. 33 വയസ്സും 51 ദിവസവുമാണ് ലെഗ് സ്പിന്നറായ ആശാ ശോഭനയുടെ പ്രായം. ഓക്കെ, അപ്പോൾ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? ആശാ ശോഭന. 2023-24 സ്പാനിഷ് ലാലിഗ കിരീടം നേടിയത് റിയൽ മാഡ്രിഡാണ്. സ്പാനിഷ് ലാലിഗയിൽ റയൽ മാഡ്രിഡിൻ്റെ 36ാം കിരീട നേട്ടമാണ്. എൻ്റെ അനിയനൊക്കെ ഇവരുടെ ഫാനാണ്, ഫുൾ ടൈം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. T20 ക്രിക്കറ്റിൽ 350 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറാണ് യുസ്വേന്ദ്ര ചാഹൽ. വിഷാംശം ഉണ്ടെന്ന
ആശങ്കയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ മലബാർ ദേവസ്വം ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളിൽ നിന്നും ഒഴിവാക്കിയ പുഷ്പമാണ് അരളി. ഓക്കെ, അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അരളിയുടെ ശാസ്ത്രീയ നാമം ഞാൻ ചോദിച്ചേക്കാം. അരളിയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നീരിയം ഒലിയാണ്ടർ എന്നാണ് കേട്ടോ. നീരിയം ഒലിയാണ്ടർ. 2024 ദോഹ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ രണ്ടാമതായി ഫിനിഷ് ചെയ്ത ഇന്ത്യൻ താരം ആരാണ്? നീരജ് ചോപ്രയാണ്. ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കൂബ് വാഡ്ലച്ച് 88.38 മീറ്റർ ദൂരമെറിഞ്ഞ് ഒന്നാമതെത്തി. 2024 മെയ്യിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ന്യൂസിലൻഡ് താരമാണ് കോളിൻ മെൻറോ. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാല സേക്രഡ് ഹാർട്ട് കോളേജിൽ സംഘടിപ്പിച്ച 2024 അഖിലേന്ത്യാ അന്തർ സർവകലാശാല പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായതാരാണ്? മഹാത്മാഗാന്ധി സർവകലാശാല തന്നെയാണ് കേട്ടോ. പെരിയാർ യൂണിവേഴ്സിറ്റിനെ തോൽപ്പിച്ചിട്ടാണ് അവർക്ക് ഫസ്റ്റ് കിട്ടിയത്. വാർസോയിലെ ഗ്രാൻഡ് ചെസ് ടൂറിൻ്റെ ഭാഗമായ 2024 സൂപ്പർ ബെറ്റ് റാപ്പിഡ് ആൻഡ് ബിറ്റ്സ് ചെസ്സിൽ കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. ഇന്ത്യയുടെ പ്രജ്ഞാനന്ദ 4ാം സ്ഥാനം സ്വന്തമാക്കി. രാജസ്ഥാൻ റോയൽസിനെ ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങളിൽ നയിച്ച താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ. 55 IPL മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിൻ്റെ റെക്കോർഡാണ് സഞ്ജു മറികടന്നത്. IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ 200 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി ക്രിക്കറ്ററും സഞ്ജു സാംസണാണ്. MS ധോണിയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് സഞ്ജു സാംസൺ സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. 2024 മെയ്യിൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രിയൻ ടെന്നീസ് താരമാണ് ഡൊമിനിക് തീം. ചെസ്സിൽ ഇന്ത്യയുടെ 85ാം ഗ്രാൻഡ് മാസ്റ്റർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ശ്യാം നിഖിലാണ് കേട്ടോ. 85ാം ഗ്രാൻഡ് മാസ്റ്ററാണ് ശ്യാം നിഖിൽ. T20 ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ വിജയം നേടിയ നായകനെന്ന നേട്ടം സ്വന്തമാക്കിയത് ബാബർ അസമാണ്. 45 വിജയമാണ് ബാബർ അസമിൻ്റെ നായകത്വത്തിൽ പാകിസ്ഥാൻ നേടിയത്. അയർലാൻഡ് ടീമുകളുടെ മുഖ്യ സ്പോൺസറാവുന്ന ഇന്ത്യൻ ബ്രാൻഡ് നന്ദിനിയാണ് കേട്ടോ. ഈ നന്ദിനി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാം? അതൊരു പാലാണ്. കർണാടക മിൽക്ക് ഫെഡറേഷൻ പുറത്തിറക്കുന്ന പാൽ ബ്രാൻഡാണ് നന്ദിനി എന്ന് പറയുന്നത്. പ്രമുഖ ബിസിനസ് മാസികയായ ഫോബ്സ് 2024 മെയ്യിൽ പുറത്തുവിട്ട പട്ടിക പ്രകാരം ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സ്പാനിഷ് ഗോൾഫ് താരം ജോൺ റഹം ആണ് പട്ടികയിൽ 2ാം സ്ഥാനത്ത് ഉള്ളത്. അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി 3ാം സ്ഥാനത്താണ് ഉള്ളത്. 2024 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ T20 കാറ്റഗറി 400 മീറ്ററിൽ ലോക റെക്കോർഡോടെ ഇന്ത്യക്ക് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയത് ദീപ്തി ജീവൻജിയാണ്. 55.07 സെക്കൻഡിൽ 55.07 സെക്കൻഡിൽ ഫിനിഷ് ചെയ്താണ് റെക്കോർഡ് സ്ഥാപിച്ചത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് 2024 പുരുഷ സിംഗിൾസ് ജേതാവ് അലക്സാണ്ടർ സ്വരേവാണ് പുരുഷ സിംഗിൾസ് ജേതാവ്. വനിതാ സിംഗിൾസ് ജേതാവ് ആരാണ്? ഇഗ്ഗ സ്വിയാടെക് ആണ്. IPLൽ 800 റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലിയാണ്. 2024 മെയ്യിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ജർമ്മൻ ഫുട്ബോൾ താരം ടോണി ക്രൂസാണ്. 2024 വിംബിൾട്ടൺ ടെന്നീസിൽ മത്സരിക്കുന്നതിന് യോഗ്യത നേടിയ ടെന്നീസ് താരം സുമിത് നാഗലാണ്. അപ്പം നമ്മളോട് ചോദിക്കാൻ പോകുന്നത് സുമിത് നാഗൽ ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നങ്ങനെ ആയിരിക്കും. ഓക്കെ, ഏഷ്യൻ ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ദീപ കർമാക്കറാണ്. 2024 ഏഷ്യൻ ജിംനാസ്റ്റിക്സിൽ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് താഷ്കൻഡ് ഉസ്ബെക്കിസ്ഥാനാണ്. 2024 യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കൾ
ബാഴ്സലോണയാണ് കേട്ടോ, ബാഴ്സലോണയാണ്. 2024 FA കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. FA കപ്പ് ആവുമ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 2-1 പരാജയപ്പെടുത്തിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിരീടം സ്വന്തമാക്കിയത്. സംസ്ഥാന അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന 2024 ഒളിമ്പ്യൻ സുരേഷ് ബാബു മെമ്മോറിയൽ സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കിയ ജില്ല പാലക്കാടാണ്. 2ാം സ്ഥാനം മലപ്പുറത്തിന് ആയിരുന്നു. അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത് ബാസിം ഗൻദാഗ്ജിക്കാണ്. എ മാസ്ക് ദ കളർ ഓഫ് ദി സ്കൈ എന്ന നോവലിനാണ് പുരസ്കാരം. ഖാസിം ഗൻദാബ്ജിക്കാണ് അറബ് സാഹിത്യത്തിനുള്ള 2024 അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ചത്. ആലുവ സർവമത സമ്മേളനത്തിനെക്കുറിച്ച് കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് പലമതസാരവുമേകം. പലമതസാരവുമേകം എന്നുള്ള പുസ്തകം എന്തിനെ പറ്റിയിട്ടാണ്? ആലുവ സർവമത സമ്മേളനത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ആരാണ് പ്രസിദ്ധീകരിച്ചത്? കേരള സാഹിത്യ അക്കാദമിയാണ് കേട്ടോ. ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ദീപക് ചോപ്രയാണ്. ക്വാണ്ടം ബോഡി ദ ന്യൂ സയൻസ് ഓഫ് ലിവിങ് എ ലോങ്ങർ ഹെൽത്തിയർ വൈറ്റൽ ലൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരാണ്? ദീപക് ചോപ്രയാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റായിയാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായതാരാണ്? പ്രതിഭ റായിയാണ്. സാഹിത്യ ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. ആർക്കാണ്? പ്രതിഭ റായിക്ക്. പ്രശസ്ത ഒറിയ എഴുത്തുകാരിയും ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമാണ് പ്രതിഭ റായി. ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് ദുർഗാ പ്രസാദ് അർഹനായി. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് ദുർഗാ പ്രസാദാണ് അർഹനായത്. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് C രാധാകൃഷ്ണനാണ്. ONV കൾച്ചറൽ അക്കാദമിയുടെ 2023 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? C രാധാകൃഷ്ണനാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ഇത് പറഞ്ഞു അല്ലേ. എന്താണ് 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് ആരാണ് അർഹനായത്? പ്രതിഭ റായിയാണ്. ഓക്കെ, ആ പുള്ളിക്കാരി എന്താണ്? ഒറിയ എഴുത്തുകാരിയാണ്, ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമാണ്. 2023 ആരായിരുന്നു? അത് C രാധാകൃഷ്ണനായിരുന്നു. അതുപോലെ തന്നെ ONV യുവ സാഹിത്യ പുരസ്കാരത്തിന് ആരാ അർഹനായത്? അത് ദുർഗാ പ്രസാദാണ്. രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. സാഹിത്യ അക്കാദമിയുടെ 2021 സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് നേടിയ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട് കേട്ടോ. SK പൊറ്റക്കാട് സ്മാരക സമിതിയുടെ 2024 SK പൊറ്റക്കാട് സ്മാരക പുരസ്കാരത്തിന് അർഹനായതാരാ? KP രാമനുണ്ണിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൈന്ദവം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം 2024 അർഹനായ കവിയും ആട്ടക്കഥാകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ വ്യക്തിയാണ് R രാമചന്ദ്രൻ നായർ. ഓക്കെ, അപ്പോൾ R രാമചന്ദ്രൻ നായരുടെ തൂലികാനാമം നിങ്ങൾക്കറിയാമോ? തുളസീവനം എന്നാണ്. കവി വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് 2024 അർഹനായ കവിയും ആട്ടക്കഥാകാരനും മുൻ ചീഫ് സെക്രട്ടറിയുമായ വ്യക്തി ആരാണ്? R രാമചന്ദ്രൻ നായരാണ്. R രാമചന്ദ്രൻ നായരുടെ തൂലികാനാമം എന്ന് പറയുന്നത് തുളസീവനം എന്നാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ സ്മരണാർത്ഥം മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന 3ാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് MV ജനാർദ്ദനനാണ്. MV ജനാർദ്ദനനാണ്. അദ്ദേഹത്തിൻ്റെ പെരുമലയൻ എന്ന നോവലിനാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് കേട്ടോ. അപ്പോൾ MV ജനാർദ്ദനൻ്റെ നോവലാണ് പെരുമലയൻ. എന്ത് പുരസ്കാരമാണ് കിട്ടിയത്? മലയാറ്റൂർ ഫൗണ്ടേഷൻ നൽകുന്ന 3ാമത് സാഹിത്യ പുരസ്കാരത്തിനാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സ്മരണാർത്ഥം
മലയാറ്റൂർ പുരസ്കാരം നൽകുന്ന രണ്ടാമത് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? VJ ജെയിംസ് ആണ്. അപ്പോൾ MV ജനാർദ്ദനന് എത്രാമത്തെ പുരസ്കാരം കിട്ടിയത്? 3ാമത്തെയാണ് കിട്ടിയത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഏത് നോവലിനായിരുന്നു? പെരുമലയൻ എന്ന നോവല്. തെളിച്ചമുള്ള ഓർമ്മകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് മാല ആണ് കേട്ടോ. ഈ മാല എന്ന് പറയുന്നത് തോപ്പിൽ ഭാസിയുടെ മകളാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് P. രാജീവ്, സംസ്ഥാന നിയമമന്ത്രിയായിട്ടുള്ള P. രാജീവാണ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ എൻവയറമെൻറ്റ് പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരനാണ് അലോക് ശുക്ല. അപ്പം ഹരിത നോബൽ എന്നറിയപ്പെടുന്ന 2024 ഗോൾഡ്മാൻ എൻവയറമെൻ്റൽ പ്രൈസിന് അർഹനായത് ആരാണ്? അലോക് ശുക്ലയാണ്. അലോക് ശുക്ല ആരാണെന്നറിയാമോ? ഛത്തീസ്ഗഡിലെ ഹസ്ഡിയോ എന്ന വനമേഖലയിൽ 21 ആസൂത്രിത കൽക്കരി ഖനികളിൽ നിന്നും 4.45 ലക്ഷം ഏക്കർ ജൈവ വൈവിധ്യ സമ്പന്നമായ വനങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയ വിജയകരമായ ക്യാമ്പയിൻ മുൻനിർത്തിയാണ് അലോക് ശുക്ലയ്ക്ക് 2024 ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത്. കലാകാരന്മാരുടെ സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, സവാക് എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം, മാമുക്കോയയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാണ് ഹരിഹരൻ കേട്ടോ. അപ്പോൾ കലാകാരന്മാരുടെ സംഘടനയായിട്ടുള്ള സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, സവാക്ക്, അത് മാമുക്കോയയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ മാമുക്കോയ പ്രതിഭാ പുരസ്കാരത്തിന് അർഹനായ സംവിധായകനാണ് ഹരിഹരൻ. ഏവിയേഷൻ മേഖലയിലെ പരിസ്ഥിതി സംരക്ഷണ മികവിനുള്ള 2023 അപ്പെക്സ് ഫൗണ്ടേഷൻ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിയ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് തിരുവനന്തപുരം വിമാനത്താവളം. 2023 ഗ്രീൻ ലീഫ് വിഭാഗത്തിൽ ഗോൾഡ് അവാർഡാണ് തിരുവനന്തപുരം വിമാനത്താവളം നേടിയത്. കമുകറ ഫൗണ്ടേഷൻ്റെ 2024 കമുകറ സംഗീത പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നറിയാമോ? ജെറി അമൽദേവാണ് കേട്ടോ. ജെറി അമൽദേവാണ്. 2024 അന്താരാഷ്ട്ര റിപ്പോർട്ടിങ്ങിനുള്ള പുലിസ്റ്റർ പുരസ്കാരം കരസ്ഥമാക്കിയത് ദി ന്യൂയോർക്ക് ടൈംസ് ആണ്. ഗാസ സംഘർഷത്തെക്കുറിച്ചുള്ള സമഗ്രമായ റിപ്പോർട്ടിനാണ് പുരസ്കാരം. 2024 ഷാ പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ശ്രീനിവാസ് R. കുൽക്കർണി. 2023 UN മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയുടെ ഭാഗമായ ഇന്ത്യൻ വനിതാ അംഗമാണ് മേജർ രാധിക സെൻ. ഇനി ശാസ്ത്ര സാങ്കേതിക വിദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാങ്ഗോങ്ങിൽ നിന്ന് 3 ബഹിരാകാശ യാത്രികരുമായി 2024 ഭൂമിയിൽ തിരിച്ചെത്തിയ പേടകമാണ് ഷെൻഷൗ 17. 6 മാസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം ചൈനയിലെ ഇന്നർ മംഗോളിയയിലാണ് യാത്രികർ സുരക്ഷിതമായി ഇറങ്ങിയത്. ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച എയർ ടു ഗ്രൗണ്ട് ബാലിസ്റ്റിക് മിസൈലാണ് ക്രിസ്റ്റൽ മേസ് 2 കേട്ടോ. ക്രിസ്റ്റൽ മേസ് 2 ചന്ദ്രൻ്റെ മറുപുറത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വിജയകരമായി ഭൂമിയിലെത്തിക്കുന്നതിന് 2024 മെയ്യിൽ ചൈന വിജയകരമായി വിക്ഷേപിച്ച ദൗത്യമാണ് ചാങ് E6. ചാങ് E6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ 6ാമത്തെ ചന്ദ്രദൗത്യമാണ്. തെക്കൻ ദ്വീപ് പ്രവിശ്യയായ ഹെയ്നാനിലെ വെങ്ചാങ് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ലോങ് മാർച്ച് 5 റോക്കറ്റ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ഭൂമിയിൽ നിന്ന് നേരിട്ട് കാണാനാവാത്ത ചന്ദ്രഭാഗത്ത് നിന്ന് സാമ്പിൾ ശേഖരിക്കുന്ന ആദ്യ ദൗത്യമാണിത്. അപ്പോൾ ഏതായിരുന്നു? ചാങ് E6. നമ്മുടെ ബഹിരാകാശ യാത്രികരായിട്ട് തിരിച്ചെത്തിയ പേടകം ഏതാണ്? ഷെൻഷൗ 17. പാകിസ്ഥാൻ്റെ ആദ്യത്തെ ചാന്ദ്ര ഉപഗ്രഹമാണ് ഐക്യൂബ് ക്യൂ. ചൈനയുടെ
ചാങ് E6 പേടകത്തിലാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ചൈനയുടെ ഷാങ്ഹായ് സർവകലാശാലയും പാകിസ്ഥാൻ ബഹിരാകാശ ഏജൻസിയായ സുബാർക്കോവും സഹകരിച്ചാണ് ഐക്യൂബ് ക്യൂ എന്ന ഉപഗ്രഹം വികസിപ്പിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ബഹിരാകാശ ഏജൻസി ഏതാണ്? സുബാർക്കോവാണ് കേട്ടോ. കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനമാണ് മരീജ്. ഓക്കെ, അപ്പോൾ കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനം എന്താണ്? മരീജാണ്. ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച മൈക്രോ കൺട്രോളറാണ് സെക്യൂർ IoT. ഓക്കെ, സെക്യൂർ IoT എന്ന് പറയുന്നത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ കൺട്രോളറാണ്. മദ്രാസ് IITയുടെ ഇൻക്യുബേഷൻ സെല്ലിൻ്റെയും ഹൈടെക് ടെക്നോളജീസ് ഫൗണ്ടേഷൻ്റെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന മൈൻഡ് ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പാണ് സെക്യൂർ IoT എന്ന് പേരിട്ട മൈക്രോ കൺട്രോളർ ചിപ്പ് നിർമ്മിച്ചത്. ഇനി 2024 മെയ്യിൽ OpenAI പുറത്തിറക്കിയ AI മോഡലാണ് GPT-4o. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റമാണ് IGLA-X കേട്ടോ, IGLA-X. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ സൈക്യാട്രി വിഭാഗം വിഷാദ രോഗത്തിന് മരുന്ന് നിർദ്ദേശിക്കാൻ തയ്യാറാക്കിയ AI ടൂളാണ് പെട്രൂഷ. ഓക്കെ, പെട്രൂഷ. രാജ്യത്തെ ആദ്യത്തെ ആളില്ല ബോംബർ വിമാനമാണ് FWD-200B. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ആളില്ല ബോംബർ വിമാനമാണ് FWD-200B. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികൂൽ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനമാണ് അഗ്നിബാൺ സോർട്ടഡ്. ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ അഗ്നികൂൽ കോസ്മോസ് വികസിപ്പിച്ച് വിജയകരമായി പരീക്ഷിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? അഗ്നിബാൺ സോർട്ടഡ് എന്നാണ്. സർക്കാർ സ്കൂളുകളിൽ 6 മുതൽ 12ാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും പ്രതിമാസം 1000 രൂപ നൽകുന്നതിനായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരംഭിച്ച പദ്ധതിയാണ് പുതുമൈ പെണ്ണ്. കേട്ടോ, പുതുമൈ പെണ്ണ്. കേരളം പദ്ധതികൾ: കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതിയാണ് എന്നിടം. കേട്ടോ, എന്നിടം എന്നാണ് ആ പദ്ധതിയുടെ പേര്. കുട്ടികളിലെ ചിന്താശേഷിയും സർഗാത്മകതയും സംരംഭകത്വ മനോഭാവവും വളർത്തിയെടുക്കാൻ 1 വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് മൈൻഡ് ബ്ലോവേഴ്സ്. എന്താണ് മൈൻഡ് ബ്ലോവേഴ്സ്? 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉദ്യം ലേണിംഗ് ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടെയാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 3000-ലധികം കേന്ദ്രങ്ങളെ മാലിന്യമുക്തമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായ ഇടങ്ങളായി മാറ്റുന്നതിന് വേൾഡ് റെക്കോർഡ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹാരാമം. കേട്ടോ, സ്നേഹാരാമം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ നാഷണൽ സർവീസസ് സ്കീം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം. മാലിന്യം വലിച്ചെറിയുന്നത് തടയുക, വൃത്തിയുള്ള പൊതുയിടങ്ങൾ ഉണ്ടാക്കുക എന്നിവയെല്ലാമാണ് ലക്ഷ്യങ്ങൾ. സ്കൂൾ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടിയിട്ട് എക്സൈസ് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നേർവഴി. 2024 മെയ്യിൽ യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസഡറായി നിയമിതയായ ബോളിവുഡ് താരമാണ് കരീന കപൂർ. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ ചെയർപേഴ്സണായിട്ട് ചുമതലയേറ്റത് വിമല വിജയ ഭാസ്കറാണ്. സോളമൻ ഐലൻഡ്സിൻ്റെ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ജെറമിയ മനലെയാണ് കേട്ടോ. GST അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ ആദ്യ പ്രസിഡന്റായിട്ട് ചുമതലയേറ്റത് റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ്. സ്കോട്ട്ലാൻഡ് ഫസ്റ്റ് മിനിസ്റ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോൺ സ്വിന്നിയാണ്. ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതിയായി നിയമിതനായത് ഷൂ ഫെയ്ഹോങ് ആണ് കേട്ടോ. ഷൂ ഫെയ്ഹോങ് ആണ്. റഷ്യയുടെ പുതിയ പ്രധാനമന്ത്രി മിഖായേൽ മിഷുസ്തിൻ. ഓക്കെ, അത്ര അറിയാൽ മതി. മിഖായേൽ കണ്ടാൽ നിങ്ങൾ കുത്തിക്കോ. ഓക്കെ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് നിയമിതനായത് R. ലക്ഷ്മികാന്ത് റാവു ആണ്. ലക്ഷ്മികാന്ത് റാവു.
തമിഴ്നാട്ടിലെ ഗ്രീൻ എനർജി കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ മലയാളി IAS ഓഫീസറാണ് അനീഷ് ശേഖരൻ. അപ്പോൾ തമിഴ്നാട്ടിലെ ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം നിയമിതനായത്. 2024 മെയ്യിൽ കേരള പോലീസ് അക്കാഡമിയുടെ പുതിയ ഡയറക്ടറായിട്ട് നിയമിതനായത് വിജയനാണ് കേട്ടോ. വിജയനാണ്. 2024 മെയ്യിൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കപിൽ സിബൽ. ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി മരണപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഹെലികോപ്റ്റർ അപകടത്തിൽ. അപ്പോൾ പകരം ഒരു താൽക്കാലിക പ്രസിഡന്റായിട്ട് മുഹമ്മദ് മൊക്ബർ വന്നിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് മൊക്ബർ. 2024 മെയ്യിൽ KICB ചെയർമാനായിട്ട് നിയമിതനായത് ബിജു പ്രഭാകർ. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ടോ ലാം ആണ് കേട്ടോ. ടോ ലാം. ഇംഗ്ലണ്ടിന്റെ കേംബ്രിഡ്ജ് നഗരത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബൈജു തിട്ടാലവർക്കി. കേരള നിയമസഭയുടെ പുതിയ സെക്രട്ടറി ആയിട്ട് നിയമിതനാവുന്നത് ഡോക്ടർ N കൃഷ്ണകുമാർ. കേരളത്തിന്റെ പുതിയ ലോകായുക്തയായിട്ട് നിയമിതനാവാൻ ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ. ഓക്കെ. അപ്പോൾ ഉപലോകായുക്ത ആരാണ്? ജസ്റ്റിസ് V ഷെർസിയാണ് കേട്ടോ. അപ്പോൾ അനിൽകുമാറാണ് നമ്മുടെ ലോകായുക്ത. ഉപലോകായുക്ത ആരാണ്? ജസ്റ്റിസ് V ഷെർസി. ഇനി കുറച്ച് യോഗങ്ങൾ നോക്കാം. 2024 മെയ്യിൽ ഉമാരമണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചലച്ചിത്ര ഗായിക, തമിഴ് ചലച്ചിത്ര പിന്നണി ഗായിക അന്തരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളൊക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. 100ഓളം ഗാനങ്ങൾ ഇളയരാജയ്ക്കൊപ്പം പാടിയിട്ടുണ്ട്. ഭൂപാലം ഇസൈക്കും, അന്തരാഗം കേൾക്കും കാലം, പൂമാനെ തുടങ്ങിയ പാട്ടുകളൊക്കെ ശ്രദ്ധേയമാണ്. വിജയ് നായകനായെത്തിയ തിരുപ്പാച്ചി എന്ന ചിത്രത്തിലെ കണ്ണും കണ്ണും താൻ കന്തലാച്ചു എന്ന ഗാനമാണ് ഉമ അവസാനമായി പാടിയത്. 2024 മെയ്യിൽ അന്തരിച്ച തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ആദ്യ മേയർ എന്ന് പറയുന്നത് ജോസ് കാട്ടൂക്കാരൻ. പിന്നെ ലോർഡ് ഓഫ് ദ റിങ്സ്, ടൈറ്റാനിക് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ഇംഗ്ലീഷ് നടൻ ബെർണാഡ് ഹില്ല് അന്തരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അടുത്ത് പുതിയ കറണ്ട് അഫെയർ ആയിട്ട് ടൈറ്റാനിക്കിൻ്റെ ഒക്കെ നിർമ്മാതാവ്, പിന്നെ അതുപോലെ അവതാർ, അതിൻ്റെയൊക്കെ നിർമ്മാതാവ് അന്തരിച്ചതായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതൊക്കെ അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാള സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള വ്യക്തിയാണ് ഹരികുമാർ കേട്ടോ. 2024 മെയ്യിൽ അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായിട്ടുള്ള വ്യക്തിയാണ് ഹരികുമാർ. പിന്നെന്താണ്, ഒരു സീരിയൽ നടിയായിട്ടുള്ള ലേഡി മരിച്ചിട്ടുണ്ടായിരുന്നു. കനകലത എന്നാണ് അവരുടെ പേര്. പിന്നെ സംഗീത് ശിവൻ എന്ന പ്രശസ്ത സംവിധായകനും ഛായാഗ്രാഹകനുമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. 1990 പുറത്തിറങ്ങിയ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ശിവൻ സംവിധാന രംഗത്തെത്തുന്നത്. 1992 സംവിധാനം ചെയ്ത യോധ മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ടചിത്രമാണ്. ഡാഡി, ഗന്ധർവം, ജോണി, നിർണയം, സ്നേഹപൂർവ്വം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മലയാള ചിത്രങ്ങൾ. 1998 പുറത്തിറങ്ങിയ സോറായിരുന്നു ബോളിവുഡിലെ ആദ്യ സംവിധാന സംരംഭം. 8ഓളം ഹിന്ദി സിനിമകളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് വേദികൾ നോക്കാം. കേരള ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന 48ാമത് കേരള സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായത് പാലക്കാടാണ്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് തിരുവനന്തപുരം, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കിരീടം സ്വന്തമാക്കിയത് എറണാകുളം. 9ാമത് ICC വനിതാ T20 ലോകകപ്പിന് വേദിയാവുന്ന രാജ്യം ബംഗ്ലാദേശാണ്. 4ാമത് ലോക കേരള സഭയുടെ വേദി തിരുവനന്തപുരമാണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റിന് വേദിയാവുന്നത് ഇംഗ്ലണ്ടാണ്. 70 വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന മലയാളിയാണ് ഹേമേന്ദ്രൻ നായർ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2026 AFC വനിതാ ഫുട്ബോൾ ഏഷ്യൻ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഓസ്ട്രേലിയയാണ്. പിന്നെ രാജ്യത്തെ ഏറ്റവും വലിയ നൈപുണ്യ മത്സരമായ ഇന്ത്യ സ്കിൽസ് 2024 വേദിയാവുന്നത് ന്യൂഡൽഹിയാണ്. ആണവ സുരക്ഷ സംബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് ഐക്കോൺസ് 2024 കേട്ടോ, അതിന് വേദിയാവുന്നത് വിയന്ന, ഓസ്ട്രിയയാണ്.
ഇനി മെയ് മാസത്തിലെ പ്രധാനപ്പെട്ട ദിനങ്ങളും അതിൻ്റെ തീമൊക്കെ നമുക്കൊന്ന് നോക്കാം. അന്താരാഷ്ട്ര തൊഴിലാളി ദിനം എന്നായിരുന്നു മെയ് 1-ാം തീയതി ആയിരുന്നു. അപ്പം തൊഴിലാളി വർഗത്തിൻ്റെ കഠിനാധ്വാനത്തെ ആദരിക്കുന്നതിനോടൊപ്പം തൊഴിലവകാശങ്ങളെക്കുറിച്ചും അവരുടെ ക്ഷേമത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അന്താരാഷ്ട്ര തൊഴിലാളി ദിനം ആചരിക്കുന്നത്. ലോക പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3-ാം തീയതിയാണ്. 1993 ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മെയ് 3 ലോക പത്രസ്വാതന്ത്ര്യ ദിനമായിട്ട് പ്രഖ്യാപിച്ചു. 2024 യുനെസ്കോ ഗില്ലർമോ കാനോ വേൾഡ് പ്രസ് ഫ്രീഡം പ്രൈസിൻ്റെ പുരസ്കാര ജേതാക്കളായി ഗാസയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പാലസ്തീൻ പ്രവർത്തകരെ തിരഞ്ഞെടുത്തു. ലോക റെഡ് ക്രോസ് ദിനമായിരുന്നു മെയ് 8. തീം എന്തായിരുന്നു എന്നറിയാമോ? ഐ ഗിവ് വിത്ത് ജോയ് ആൻഡ് ദ ജോയ് ഐ ഗിവ് ഈസ് എ റിവാർഡ്. ഐ ഗിവ് വിത്ത് ജോയ് ആൻഡ് ദ ജോയ് ഐ ഗിവ് ഈസ് എ റിവാർഡ്. ദേശീയ സാങ്കേതിക ദിനം മെയ് 11 1998 മെയ് 11 രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടത്തിയ ഇന്ത്യയുടെ വിജയകരമായ ആണവ പരീക്ഷണങ്ങളുടെ സ്മരണാർത്ഥമാണ് സാങ്കേതിക ദിനമായിട്ട് മെയ് 11 ആചരിക്കുന്നത്. ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിരുന്നു മെയ് 11 എന്ന് പറയുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി 1991 ശ്രീപെരുമ്പുത്തൂരിൽ വധിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിനം ദേശീയ ഭീകരവാദ വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്. പിന്നെ ലോക പുകയില വിരുദ്ധ ദിനമായിരുന്നു മെയ് 11. 2024 തീം പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻഡസ്ട്രി ഇൻ്റർഫറൻസ് എന്നുള്ളതായിരുന്നു തീം. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ്. കുറേ വലുതായി പോയി എന്ന് എനിക്കറിയാം. അടുത്തൊരു എപ്പിസോഡിലായിട്ട് നമുക്ക് ഏപ്രിൽ മാസം നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പരീക്ഷകൾക്ക് ഓൾ ദി ബെസ്റ്റ്.